ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ സുനിത വില്യംസും സഹായിയും മറ്റ് 3 പേർ ആ സംഘത്തിലുള്ളവരും തിരിച്ച് ഭൂമിയിലേക്ക് വരുന്ന വാർത്ത, ഭൂമിയിലെത്തി, ഭൂമിയിലെ തൊട്ടു എന്ന വാർത്ത മലയാള പത്രങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നമുക്കൊന്ന് നോക്കാം. ചില ഗൗരവമുള്ള വിഷയങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. സുനിത വില്യംസ് ഭൂമിയെ തൊട്ടു, തിരിച്ച് സുരക്ഷിതമായി ഭൂമിയിലിറങ്ങി സുനിതയും സംഘവും എന്ന വാർത്ത കൊടുക്കാൻ മലയാളത്തിലെ 2 വലിയ പത്രങ്ങൾക്ക് ഒരു വരി പോലും കൊടുക്കാൻ സാധിച്ചില്ല. അതായത് മനോരമയ്ക്കും മാതൃഭൂമിക്കും. വെളുപ്പിന് 3:27 ഇന്ത്യൻ സമയം സുനിത വില്യംസും സംഘവും തിരിച്ച് ഭൂമിയെ തൊടുന്നത് വിജയകരമായിട്ട്. എന്നിട്ടും 4:30 അടിക്കുന്ന സിറ്റി എഡിഷന് പോലും ഒരു വാർത്ത, സിറ്റി എഡിഷനിൽ പോലും മനോരമയ്ക്കും മാതൃഭൂമിക്കും ഇത് കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ദേശാഭിമാനിയുടെ സിറ്റി എഡിഷൻ്റെ ഫുൾ പേജ് സുനിത ഭൂമിയെ തൊട്ട വാർത്തയാണ്. എന്തേ, നിങ്ങളുടെ ജേർണലിസ്റ്റ് എവിടെയാണ്? എത്ര പിറകിലാണ്? മലയാളത്തിലെ 3ാമത്തെ വലിയ പത്രമാണല്ലോ ദേശാഭിമാനി സർക്കുലേഷനിലെ. അപ്പോൾ ദേശാഭിമാനി പണിയെടുത്തു. അവിടുത്തെ ഡെസ്കിലിരിക്കുന്ന ജേർണലിസ്റ്റുകൾ, മനോരമയിലും മാതൃഭൂമിയിൽ ഇരുന്ന ജേർണലിസ്റ്റുകൾ എന്ത് ചെയ്യായിരുന്നു? ഇതേപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ ഇവിടുത്തെ മുഖ്യധാര പത്രങ്ങൾക്ക്, മനോരമയ്ക്ക് മാതൃഭൂമിക്ക്? 3:27 ലാൻഡ് ചെയ്യുന്നു ഇന്ത്യൻ സമയം വെളുപ്പിന്. ഇവിടെ ഇപ്പം സിറ്റി എഡിഷൻ പത്രം അടിക്കുന്നത് 4:30. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ കഴിയാതെ പോയത് ജാഗ്രത കുറവുകൊണ്ടല്ലേ? ഒരനുഭവം പറയാം. ഞാൻ 10 വർഷത്തോളം മാതൃഭൂമിയിൽ ജേർണലിസ്റ്റ് ആയതിനു ശേഷമാണ് വിഷ്വൽ മീഡിയയിലേക്കും ഓൺലൈൻ മീഡിയയിലേക്കും വന്നത്. ആ കാലത്ത് 1997 ഇതുപോലെ ഒരു ഇന്ത്യൻ വനിത, സുനിത വില്യംസ് ഇന്ത്യൻ വംശജയാണ്. 1997 ഒരു ഇന്ത്യൻ വനിത പ്രശസ്തിയുടെ കൊടുമുടിയിൽ ലോകനെറുകയിലെത്തി. മറ്റൊരു രംഗത്ത് നിന്ന്, ബഹിരാകാശമല്ല, സാഹിത്യ രംഗത്ത്. അരുന്ധതി റോയിക്ക് ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യ സമ്മാനങ്ങളിൽ ഒന്നായ നൊബേൽ കഴിഞ്ഞാൽ വലിയൊരു സമ്മാനമായ ബുക്കർ പ്രൈസ് കിട്ടിയ വാർത്ത. 97 കാലം. അന്ന് മൊബൈൽ ഫോണില്ല, ഗൂഗിളില്ല, ഇമെയിലില്ല, ജിമെയിലില്ല. ആകെയുള്ളത് പേജർ മാത്രമാണ്. ബ്യൂറോയിന്ന് റിപ്പോർട്ടർമാർ ഈ ഫ്ലാഷ് ന്യൂസ് ഡെസ്കിലേക്ക് കൊടുക്കാൻ പേജർ ഉപയോഗിക്കുന്നു. BPL പേജർ എന്ന് കേരളത്തിൽ ഇറങ്ങിയ കാലമാണ്. ഞാനന്ന് തിരുവനന്തപുരത്ത് മാതൃഭൂമിയിലെ ഡെസ്കിൽ പണിയെടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് 97 ഒരു രാത്രിയിലാണ്, രാത്രി 2:30 ശേഷമാണ് BBC-ക്ക് വാർത്ത കൊടുക്കാൻ കഴിയുന്നത്. അതായത് ബുക്കർ പ്രൈസ് അരുന്ധതി റോയിക്ക്. അപ്പോൾ സാധ്യതാ പട്ടികയിൽ അരുന്ധതി റോയ് ഉണ്ട്. അപ്പോൾ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പല വിലയിരുത്തലുകൾ ഒരു സമയത്താണ് ഈ വാർത്ത വന്നാൽ അതൊരു വലിയ മൈലേജ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അന്ന് ഡെസ്കിൻ്റെ ചുമതല, വൈകിട്ടത്തെ രാത്രി ചുമതല എനിക്കാണ്. എന്ന് പറഞ്ഞാൽ ആ ഷിഫ്റ്റ്, രാത്രി ഷിഫ്റ്റ് തുടങ്ങുന്നത് രാത്രി 9:30 മുതൽ വെളുപ്പിന് 3:30 വരെയാണ്. അന്ന് സിറ്റി എഡിഷൻ പത്രങ്ങളുടെ മനോരമ, മാതൃഭൂമിയാവട്ടെ, ദേശാഭിമാനിയാവട്ടെ ഒക്കെ അടിക്കുന്നത് വെളുപ്പിന് ഒരു 3:30 മണിക്കാണ്. അപ്പം 3 മണി വരെയുള്ള വാർത്തകൾ നമുക്ക് ലേറ്റ് എഡിഷനിൽ, സിറ്റി എഡിഷനിൽ കൊടുക്കാൻ കഴിയും. അന്ന് അത്രയും സാങ്കേതിക വിദ്യയുണ്ട്. ഇപ്പം സാങ്കേതിക വിദ്യ അച്ചടി രംഗത്ത് എത്രയോ, അച്ചടി മാധ്യമത്തിൽ മാറിയിരിക്കുന്നു. മാത്രമല്ല ഇപ്പം 4:30 വരെയുള്ള വാർത്തകൾ സിറ്റി എഡിഷനിൽ കൊടുക്കാൻ സാധിക്കും. 4:30 ഏതാണ്ട് 4:30 മണിയോടെ പ്രധാന പത്രങ്ങളുടെ സിറ്റി എഡിഷൻ പ്രിന്റ് ചെയ്ത് കൊടുക്കുള്ളൂ. പക്ഷേ 3:27 ഇന്ത്യൻ സമയം വെളുപ്പിന് 3:27 സുനിത വില്യംസും സംഘവും ഭൂമിയെ തൊട്ടത് എന്തുകൊണ്ട് 4 മണിക്ക് ശേഷവും 4:30 പ്രിന്റ് ചെയ്യുന്ന മനോരമയ്ക്കും മാതൃഭൂമിക്കും ലേറ്റ് സിറ്റി എഡിഷനിൽ പോലും കൊടുക്കാൻ കഴിയാതിരുന്നതും ദേശാഭിമാനി കൊടുത്തതും എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുക. ഇതേ അനുഭവമാണെന്ന് അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് കിട്ടിയപ്പോൾ സംഭവിച്ചത്. അത് മാതൃഭൂമിയിൽ മാത്രം വന്നു. മലയാളത്തിൽ ഒരു പത്രത്തിലും കൊടുക്കാൻ കഴിഞ്ഞില്ല. മനോരമയ്ക്ക് ക്ഷീണമായി. അത് നടന്നതിങ്ങനെയാണ്. അന്ന് മാതൃഭൂമിയുടെ സെൻട്രൽ ഡെസ്ക് കോഴിക്കോടും മനോരമയുടെ സെൻട്രൽ ഡെസ്ക് അന്നും ഇന്നും കോട്ടയത്തുമാണ്. തിരുവനന്തപുരത്ത് രാത്രി ഷിഫ്റ്റിൽ ചുമതല എനിക്ക്. അപ്പോൾ കോഴിക്കോട്ടുനിന്ന് നിർദ്ദേശം വന്നു, അരുന്ധതി റോയുടെ വാർത്ത തിരുവനന്തപുരത്തും തരണം. അതപ്പോൾ എൻ്റെ തലയിലായി. ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഞാൻ വാർത്ത തരാം. അപ്പോൾ ഇത് 2:30 കഴിഞ്ഞ് BBC പ്രഖ്യാപിക്കൂ എന്നാണ് കേൾക്കുന്നത്. അപ്പോഴും കൃത്യതയില്ല. അപ്പം ഞാൻ ഒരു 2 മണിയോടെ BBC-യും വെച്ചിട്ട് ന്യൂസ് റൂമിൽ BBC-യുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോ നിമിഷവും നോക്കിയിരിക്കുകയാണ്. അപ്പോൾ 2:45 2:30 കഴിഞ്ഞ് 2:45 BBC-യുടെ അടുത്ത ബുള്ളറ്റിനിൽ ഫ്ലാഷ് വരുന്നു, ബുക്കർ ഫോർ അരുന്ധതി റോയ്. അപ്പോഴേ ഞാൻ അതുവരെ വാർത്തയെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. അരുന്ധതി, അങ്ങനെയാണല്ലോ ഡെസ്ക് ചെയ്യുക. അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് എന്നുള്ള സർവ്വ ഡീറ്റെയിൽസും എഴുതിയിട്ടിന് ഒരു ഹെഡ്ലൈനും
പ്രഖ്യാപിച്ച ആ സമയം മാത്രം കൊടുത്താൽ മതി. ബാക്കിയെല്ലാം എഴുതി ഹെഡ്ലൈൻ ഉൾപ്പെടെ എഴുതി വെച്ചിരിക്കുക. ഇനി ഇത് കൺവേ ചെയ്താൽ മാത്രം മതി ആക്ച്വലി. അപ്പോൾ BBC-യിൽ പ്രഖ്യാപിച്ചു ഇതെന്ന് പറഞ്ഞ് പെട്ടെന്ന് കോപ്പി റെഡിയാക്കി കമ്പോസ് ചെയ്ത കോപ്പിക്കകത്ത് ബാക്കിയുടെ ഇത് ആഡ് ചെയ്തിട്ട് നേരെ അന്ന് ഫോട്ടോ കമ്പോസിങ് ഉള്ള സമയമാണ്, അവിടേക്ക് പോയി അവരൊന്ന് പ്രോസസ്സ് ചെയ്യാൻ ടൈം എടുക്കും. ഇന്നത്തെ പോലെ നേരെ പേജിലേക്ക് പോകത്തില്ല. അത് അത്രയും സാങ്കേതിക വിദ്യ ആയിട്ടില്ല. ഇന്ന് ഇതെല്ലാം അത്രയും കൂടി എളുപ്പമാണ്. എന്നിട്ടാണ് മനോരമയ്ക്ക് മാതൃഭൂമിക്ക് വാർത്ത കൊടുക്കാൻ പറ്റാണ്ട് പോയത്. അപ്പം ഞാൻ പ്രസ് വിളിച്ച് പറയുന്നു, പത്രം പ്രിന്റ് ചെയ്യരുത്, വാർത്ത വരുന്നുണ്ട്, പ്രധാന വാർത്തയാണ്, ഹെഡ്ലൈനാണ്. അപ്പോൾ അതുവരെ വേറെ വാർത്ത വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനോട് തൊട്ട് ചേർന്ന ഒരു സമാന്തര ഹെഡ്ലൈനായിട്ടാണ് ഇത് പോകേണ്ടത്. അപ്പോൾ പ്രസിൻ്റെ സൂപ്രണ്ട്, ഓരോ എഡിഷനും ഒരു പ്രസിൻ്റെ സൂപ്രണ്ട് ഉണ്ട്, പ്രസ് മാനേജർ എന്ന് പറയും. പ്രസ് മാനേജറില്ല, പ്രസ് സൂപ്രണ്ട്. അദ്ദേഹം കയറി വന്നിട്ട് പത്രം അടി തുടങ്ങി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞിട്ട് അടിക്കാൻ തുടങ്ങി? അല്ല, അത് അടി തുടങ്ങി, ഇപ്പോൾ ഒരു 10,000 കോപ്പിയോളമായി. ഞാൻ പറഞ്ഞു, സ്റ്റോപ്പ്, നിർത്തുക, പ്രധാന വാർത്ത ഇപ്പോൾ തരാമെന്നുള്ളൂ. അപ്പോൾ പ്രസ് സൂപ്രണ്ടിന് അത് ഇഷ്ടപ്പെട്ടില്ല. അത് പറ്റത്തില്ല, നിർത്താൻ പറ്റത്തില്ല, നാളെ ഞാൻ ഉത്തരം പറയേണ്ടി വരും. ഞാൻ പറഞ്ഞ് നിർത്തിയേ പറ്റുള്ളൂ, വാർത്തയാണ് പ്രധാനം. അപ്പോൾ അദ്ദേഹം ചോദിക്കും, നീ പ്രിന്റ് ചെയ്ത 10,000 കോപ്പി. ഞാൻ പറഞ്ഞത് അത് ഡംപ് ചെയ്യണം, അത് വേസ്റ്റ് പേപ്പറായിട്ട് കൊടുക്കുക. നമ്മൾ പറഞ്ഞിട്ടല്ലല്ലോ പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയത്. അല്ല, എന്നും തുടങ്ങുന്ന സമയം അപ്പം പറഞ്ഞ് ഒരു വാർത്ത വരാനുണ്ടെന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ കോഴിക്കോട് ഡെസ്കിൽ വിളിച്ച് പറഞ്ഞു, പ്രിന്റ് ചെയ്തേ പറ്റുള്ളൂ ഈ വാർത്ത, ഇത് പ്രസ് നിർത്തണം, ഇതാണ് ഒരു ഓർഡറാണിത്. ഡെസ്കിന്റെ ചുമതലയുള്ള ആളാണ് പറയും. ഞാനന്ന് ഒരു ജൂനിയർ ജേർണലിസ്റ്റ് മാത്രമാണ്, സബ് എഡിറ്റർ മാത്രമാണ്. നിർത്തിച്ചു പ്രസ്. 10,000 കോപ്പി വേസ്റ്റായി പോയി. വീണ്ടും 1-ാം പേജ് മാറ്റി എടുത്ത 1-ാം പേജിൽ അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് എന്ന് പറഞ്ഞ് പടവും സഹിതം വാർത്ത മാതൃഭൂമിയിൽ മാത്രം വന്നു. മനോരമയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. മനോരമ ഡെസ്കിൽ ഇരുന്ന ആളിന് അന്ന് ഇൻഡാസ് കിട്ടി, അന്ന് മെമ്മോ എന്ന് പറയും, താമരപത്രം എന്ന് വിളിക്കും, കിട്ടി എന്നാണ് പിന്നെ കരക്കമ്പി സംസാരം പിന്നീട് കേട്ടത്. അപ്പം ഇത് ഏത് വ്യക്തി ജേർണലിസ്റ്റായിട്ട് ഒരു ഡെസ്കിൽ രാത്രി ഡ്യൂട്ടിക്കിരിക്കും, ഒരു പ്രധാന വാർത്ത ഉണ്ടെങ്കിൽ അത് എപ്പോൾ വരുമെന്നും അതിൻ്റെ സാധ്യതകളും നോക്കി അത് കൊടുക്കാൻ കഴിയണം. അല്ലെ പിന്നെ നമ്മൾ എന്തിനാണ് പ്രവർത്തകരായിട്ട് നടക്കുന്നത്? അപ്പം ഇവിടെ എന്താണ് മാതൃഭൂമിക്കും മനോരമയ്ക്കും സംഭവിച്ചത്? ഒരു ആത്മപരിശോധന നടത്തുമോ മാതൃഭൂമി മനോരമയും? പണ്ടും ഈ അനുഭവം പറ്റിയിട്ടുണ്ടല്ലോ അരുന്ധതി റോയുടെ കേസിലെ മനോരമയ്ക്ക്. ഇപ്പം എന്താ സുനിത വില്യംസ് ഭൂമിയെ തൊട്ടതും മിസ്സായി പോയി. മനോരമയ്ക്കും മാതൃഭൂമിക്കും ദേശാമാനി കൊടുത്തു. 2 ഇന്ത്യൻ വംശജകൾ, സുനിത വില്യംസും മുമ്പ് അരുന്ധതി റോയിയും, അവരെ പറ്റിയുള്ള 2 പ്രധാന വാർത്തകൾ. അതെങ്ങനെ മാധ്യമങ്ങൾ പരിശോധിച്ച് ട്രീറ്റ് ചെയ്തു, അതിനെ എങ്ങനെ കണ്ടുകേട്ടു എന്നുള്ളതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. പിന്നെ ഇതൊക്കെ എന്തൊരു അതിഭയങ്കരമായ വാർത്തയാണിത് നമ്മൾ ആലോചിക്കണം. സാങ്കേതികതയുടെ, അതായത് പിന്നെ 28,000 മൈൽ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബഹിരാകാശ നിലയം, അതിൻ്റെ സ്പീഡ് ആലോചിക്കണം. 28,000 കിലോമീറ്റർ സ്പീഡ് ഒരു മണിക്കൂറിൽ. ഒരു വെടിയുണ്ടയാണല്ലോ സ്പീഡ് നമ്മൾ കൂട്ടും. ഒരു വെടിയുണ്ടയ്ക്ക് ഒരു മണിക്കൂറിൽ 3000 കിലോമീറ്റർ വേഗതയേ ഉള്ളൂ. അതേസമയം ബഹിരാകാശ പേടകം ISS 28,000 കിലോമീറ്റർ വേഗത്തിൽ ഇങ്ങനെ ഫ്ലാഷ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയെ കറങ്ങുന്ന അതിലേക്ക്. അതിൽ നിന്നും ഈ പറയുന്ന ക്രൂ ഡ്രാഗണിൽ സുനിത വില്യംസും കൂട്ടാളികളും തിരിച്ച് സുരക്ഷിതമായിട്ട് 17 മണിക്കൂർ നീളുന്ന യാത്രയിൽ ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയുടെ മണ്ണിലേക്ക്, ആ ആശങ്ക മുൾമുനയിൽ നിൽക്കുന്ന ഒരു വാർത്ത, അവർ ഭൂമിയെ തൊട്ടോ ഇല്ലയോ എന്ന് പ്രേക്ഷകരും വായനക്കാരും കാത്തുകാത്തിരിക്കുന്ന ഒരു വാർത്ത നിങ്ങൾക്ക് 2 പേർക്ക് മിസ് ചെയ്തു പോയത്. നിങ്ങൾ ആത്മപരിശോധന നടത്തണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ.